ഇതെന്താ പറയുക? ഓക്കെ അല്ലേ? ഞാൻ ഈ അടുത്ത് കണ്ട ഒരു ഷോർട്ട് ഫിലിം, ചിലത് കണ്ടാലും കണ്ടു തീർന്നാലും അത് നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുമല്ലോ, വിടൂല. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം. അതൊരു നഴ്സിംഗ് ഹോമാണ്. അപ്പം ആ നഴ്സിംഗ് ഹോമിൽ ഒരാൾ രാവിലെ ഉണരുന്നു. അയാളുടെ എക്സസൈസ് എല്ലാം കഴിഞ്ഞ് ഫ്രഷായി ആ നഴ്സിംഗ് ഹോമിലെ ക്യാൻറ്റീനിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ക്യാൻറ്റീനിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എടുത്ത് ടേബിളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോൾ അവിടെ കുറച്ച് അകലെ ഒരു സ്ത്രീ ചായ കുടിച്ച് ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സ്ത്രീയെ കണ്ടപ്പോൾ ഇയാൾ ആകെ അമ്പലം ഞെട്ടായി. എന്നിട്ട് ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, അതാരാണ് ആ പുതിയ പെൺകുട്ടി എന്ന് ചോദിച്ചു. ഒരു 60 വയസ്സെങ്കിലും കഴിഞ്ഞൊരു സ്ത്രീയാണ്. അപ്പൊ ഒരു പുതിയ അഡ്മിഷനാണ്, ഇന്നലെ കണ്ടിട്ടില്ല. അപ്പൊ ഇയാള് ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, ഇതേതാണ് ഈ പുതിയ പെൺകുട്ടി എന്ന് ചോദിച്ചു. ഫ്രണ്ട് പറഞ്ഞ് അറിയില്ല. അപ്പൊ ഇയാളുടെ അടുത്ത ചോദ്യം നേരത്തെ ഫാദർ പറഞ്ഞ പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ളത് സത്യമാണോ, നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇയാൾ. അപ്പൊ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവമുണ്ട്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അപ്പൊ ഇയാളിങ്ങനെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോ ഫ്രണ്ടിനോട് അടുത്ത ചോദ്യം, എനിക്ക് പേടി അവിടെ ഉണ്ട്, ഞാൻ എന്താണ് ആ പെൺകുട്ടിയോട് പറയാ, എന്താ ചോദിക്കാന്ന് ചോദിച്ചു. എങ്ങനെ തുടങ്ങും? ഫ്രണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ലടാ, ഞങ്ങൾ പെൺകുട്ടികളോട് സംസാരിക്കാറില്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ അഭിനയിക്കൊന്നും വേണ്ട, നീ എങ്ങനെയാണോ അങ്ങനെ ചെന്നിട്ട് സംസാരിക്കും. പെണ്ണുങ്ങളോട് സംസാരിച്ച് പരിചയമില്ലാന്ന് പറഞ്ഞ ആളുകൾ നിഗൂഢമായ രഹസ്യത്തിന്റെ ചരട് എങ്ങനെ അവർക്ക് മനസ്സിലായി എന്നറിയില്ല. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഇയാള് അഭിനയമൊന്നുമില്ലാതെ ആ പെണ്ണിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, ആ സ്ത്രീയോട് പറഞ്ഞു, ആർത്തർ വാട്സ്, സ്വയം പരിചയപ്പെടുത്തി. അപ്പോഴാണ് അവരിങ്ങനെ പുസ്തകത്തിൽ നിന്നിങ്ങനെ കണ്ണ് എടുത്ത് അയാളെ നോക്കിയിട്ട് പറഞ്ഞു, റൂത്ത്. പരിചയപ്പെട്ടു. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ പ്ലീസ്. അങ്ങനെ വിറയിലൂടെ, ഒരു കൗമാരക്കാരന്റെ വിറയിലൂടെ റൂത്തിന്റെ മുൻപിൽ ആർത്തർ വാട്സ് ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സംസാരങ്ങൾ അവരിങ്ങനെ പരിചയപ്പെട്ടു. ആ പരിചയം പെട്ടെന്നൊരു സൗഹൃദം. നഴ്സിംഗ് ഹോം അല്ലേ, വേറെ കൊണ്ട് പോകാനൊന്നുമില്ല. അതിന്റെ മുറ്റത്തുകൂടെ അവരിങ്ങനെ നടന്നു, സംസാരിച്ചു, കഥകൾ പറഞ്ഞു. കുറേ നേരം. വൈകുന്നേരമായപ്പോൾ അവരിങ്ങനെ നടക്കുന്നതിനിടയിൽ മഴ പെയ്യാൻ തുടങ്ങി. മഴ ഇങ്ങനെ ഡ്രോപ്സ് വരാൻ തുടങ്ങി. അപ്പൊ അവർ ഓടി, ചിരിച്ചുകൊണ്ട് ഓടി. രണ്ടാളും ചിരിച്ചുകൊണ്ട് ഓടി ഒരു മരത്തിന്റെ താഴെ പോയിട്ട് നിന്നു. അപ്പൊ റൂത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് പറയാ, പഴയ മഴക്കാലങ്ങൾ ഓർമ്മ വരുന്നു, പഴയ മഴക്കാലങ്ങൾ ഓർമ്മ വരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എവിടെയായിരുന്നു പണ്ട്? സിംഗപ്പൂരിൽ. ഓ, ഭർത്താവ് പിന്നെ ജേർണലിസ്റ്റ് ആയിരുന്നു? അല്ല, ജേർണലിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു തിയേറ്റർ ആക്ടറായിരുന്നു, നടനായിരുന്നു. സിനിമയിലും നാടകത്തിലും ഒക്കെ അഭിനയിക്കുന്ന ഒരാളായിരുന്നു. ആണോ? ഞാൻ പോലീസ് ചെയ്തു. കുറേ വർഷങ്ങൾ എനിക്ക് രഹസ്യാന്വേഷണമായിരുന്നു പണി. എന്നിട്ട്
ചോദ്യം ചോദിച്ചു, ഭർത്താവ് എങ്ങനെയുള്ള ആളായിരുന്നു? ആ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല റൂത്തിന്. കുറച്ചു നേരം ഇങ്ങനെ സങ്കടപ്പെട്ടു. പോയ ഓർമ്മകൾ മുഴുവനും ഇങ്ങനെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? പക്ഷെ ആ ചോദ്യത്തിന് ഒരൊറ്റ മറുപടി പറഞ്ഞു. ഭർത്താവ് എങ്ങനെയുള്ള ആളായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞു, എന്റെ ചങ്ങാതിയായിരുന്നു, ഉറ്റ ചങ്ങാതിയായിരുന്നു. അപ്പൊ അദ്ദേഹം മനസ്സിൽ പറയാം, ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. അങ്ങനെ രണ്ടാളും ഇങ്ങനെ സന്ധ്യയായപ്പോ നഴ്സിംഗ് ഹോമിന്റെ അകത്തേക്ക് കയറുമ്പോ റൂത്തിന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഇദ്ദേഹം, ആർത്തർ വാട്സ്. അങ്ങനെ റൂത്ത് റൂമിലേക്ക് പോകാണ്ട് ആയി. അവരെ ഇങ്ങനെ യാത്ര അയക്കുന്ന സമയത്ത് ആർത്തർ ഇവരുടെ പിന്നിൽ നിന്നിട്ട് പറഞ്ഞു, താങ്ക് യു, ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു നിങ്ങൾ കാരണം. റൂത്ത് എന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു ദിവസമായിരുന്നു. എനിക്കൊരു നല്ല ദിവസം തന്നതിന് നന്ദി. അപ്പൊ റൂത്ത് ഇങ്ങനെ ചിരിക്കുന്നതിനിടയിൽ ഇയാൾ താഴെ റൂത്തിന്റെ കാലിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇയാൾ പറയാ, ഐ ലവ് യു, വിൽ യു മാരി മീ? 70 വയസ്സിനോളം അടുത്ത ആർത്തർ വാട്സ് 60 വയസ്സ് കഴിഞ്ഞ റൂത്തിന്റെ കാലിൽ തൊട്ട് മുട്ടുകുത്തി നിന്ന് ചോദിക്കുന്നു, എന്നെ കല്യാണം കഴിക്കാമോ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. റൂത്ത് ഇങ്ങനെ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഐ ലവ് യു. അവർ പിരിഞ്ഞു. റൂത്തിന്റെ ആ വാക്ക് ഒരു പുതപ്പ് പോലെ കയ്യിലെടുത്ത് ആ തണുത്ത രാത്രിയിൽ ആർത്തർ വാട്സ് റൂമിലേക്ക് സന്തോഷത്തോടെ ഓടിപ്പോയി. റൂത്ത് ഇങ്ങനെ റൂമിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് ആദ്യം ചെയ്യുന്നത് പഴയ ഒരു ആൽബം എടുത്തു. ഭർത്താവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ ആ ഓർമ്മകൾ വല്ലാതെ ഇങ്ങനെ തിരതല്ലി വന്നതുകൊണ്ട് പഴയ ഒരു ആൽബം എടുത്തിട്ട് ഭർത്താവിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ നോക്കും. അവരുടെ കല്യാണ ഫോട്ടോ ഉണ്ട്, അവർ യാത്ര പോയ ഓർമ്മകളുണ്ട്. ഭർത്താവും റൂത്തും ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന കുറേ ചിത്രങ്ങൾ. റൂത്ത് കരയാൻ തുടങ്ങി. പിന്നെ ആ ചിത്രങ്ങൾ നമ്മളിങ്ങനെ കാണുകയാണ്. ആ ചിത്രങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ആ ചിത്രങ്ങളിൽ ഒരിടത്ത് ഇവരുടെ ഭർത്താവിന് കിട്ടിയ വലിയ അവാർഡുകളുടെ പത്രക്കോട്ടിംഗ് ഒക്കെ ഉണ്ട്. ആ പത്രക്കട്ടിങ്ങിൽ ഒരിടത്ത് ആ ഭർത്താവിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ആർത്തർ വാട്സ്. ആ മനുഷ്യന്റെ ഓർമ്മകളിൽ നിന്നെല്ലാം പോയി കഴിയും. ഒന്നുമില്ല. എല്ലാ ഓർമ്മകളും മാഞ്ഞുപോയ മനസ്സിൽ ഒരാൾ മാത്രം ബാക്കി. നൂറുകണക്കിന് ആളുകളുള്ള നഴ്സിംഗ് ഹോമിൽ ഒരേ ഒരാളിൽ മാത്രം ഇയാൾ പിന്നെയും പ്രണയബാധിതനായി തീരും. അയാൾക്ക് ആ പെൺകുട്ടിയെ മാത്രം വിട്ടുപോകാൻ കഴിയില്ല. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. മനുഷ്യർ തമ്മിലുള്ള കണക്ഷൻ ഇല്ലേ, മനുഷ്യന്മാരുണ്ടാക്കുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ആകാശത്ത് നിന്നൊരാളുടെ തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന് വിധേയരാകുന്നു എന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നു. നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ, നമ്മൾ കൂടി ചേരുന്ന മനുഷ്യർ, നമ്മൾ ഒരുമിച്ച് കഴിയുന്ന മനുഷ്യർ, ആകാശത്തിലുള്ള ഒരാളുടെ തീരുമാനം.